ബിഗ് ബോസ് മലയാളം സീസൺ 6 അപ്ഡേറ്റുകളിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ അഭിഷേകും ഋഷിയും ടാസ്കുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അതായത് ഫിസിക്കൽ ടാസ്കുകളാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അഭിഷേകം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 150% എഫേർട്ട് ഇട്ട് ടാസ്കുകൾ ചെയ്യും. അതുതന്നെയാണ് ഇവർ ഈ ഒരു ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകളിൽ, അതിൻ്റെ ബോണസ് ടാസ്കുകളിൽ ഇവരുടെ ഒരു ടീം മുൻപന്തിയിൽ നിൽക്കാനുള്ള കാരണവും അതുതന്നെയാണ്. ഋഷിയാണെന്നുണ്ടെങ്കിൽ ടാസ്കുകൾ കൊടുത്തു കഴിഞ്ഞാൽ അവരതിൻ്റെ മാക്സിമം കൊടുക്കും. അപ്പം ഫിസിക്കൽ ടാസ്കുകളിലാണ് മെയിനായിട്ട്. അഭിഷേകൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഗെയിമാണ് ടാസ്കുകളിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഫിസിക്കൽ ടാസ്കിൽ പുള്ളിയെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതിൻ്റെ അങ്ങേയറ്റവും കാഴ്ചവെക്കുന്നുണ്ട്. ഇന്നാണെന്നുണ്ടെങ്കിലും 7ാമത്തെ ടാസ്ക്കാണ് നമ്മുടെ ടിക്കറ്റ് ടു ഫിനാലെ ബോണസ് ടാസ്കുകളിൽ 7ാമത്തെ ടാസ്ക് നടന്നു. അതിൽ ഈ പറയുന്ന അഭിഷേക്, ഋഷി, അർജുൻ എന്നിവരുടെ ടീമാണ് വിജയിച്ചിരിക്കുന്നത്. അതിൽ നമ്മുടെ ജാസ്മിൻ കൂടിയുണ്ട്. എനിക്ക് ആ ഒരു ടീമിൽ ജാസ്മിനെ മാത്രമാണ് ഒരു അധികപ്പറ്റായിട്ട് തോന്നിയിരിക്കുന്നത്. കാരണം ഇവരുടെ കൂടത്തിൽ പറ്റുന്ന ഒരു കണ്ടസ്റ്റൻ്റ് അല്ല. നമുക്കറിയാം, എനിക്ക് പേഴ്സണലി ജാസ്മിൻ എന്ന കണ്ടസ്റ്റൻറ്റിൻ്റെ ഗെയിമോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ഉണ്ടായിരുന്നത് ഇഷ്ടമല്ല. ഇനി അങ്ങോട്ട് എന്താണ് എന്നത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അറിയത്തുള്ളൂ. ഇതുവരെയും എന്താണ് കാണിച്ചുകൊണ്ടിരുന്നത് നമ്മൾ പ്രേക്ഷകരെല്ലാം കണ്ടതാണ്. പിന്നെ ഈ പറയുന്നത് പോലെ ഇവരുടെ ടീമിൽ നിന്നാണെന്നുണ്ടെങ്കിലും അലമ്പാക്കാനും ടാസ്കുകളിൽ വെറുതെ വളവളാന്ന് സംസാരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും മാത്രമേ ജാസ്മിനെ കൊണ്ട് അതിനകത്ത് സാധിക്കുന്നുള്ളൂ. അല്ലാണ്ട് മികച്ചൊരു ഗെയിമോ ടാസ്കോ കാഴ്ചവെക്കാനൊന്നും ജാസ്മിനെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഇവർ അല്ലെങ്കിൽ ഈ പറയുന്ന അഭിഷേക്, ഋഷി, അർജുൻ എന്നിവരൊക്കെ ഗെയിം കളിച്ച് മികച്ച രീതിയിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ബോണസ്, ഇൻ കേസ് ഇവർ ജയിച്ചാൽ പോലും ബോണസ് പോയിന്റ് കിട്ടിയാൽ ഇവരുടെ ഒരു കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഇവർ കളിച്ച് ജയിച്ചിട്ട് അതിലായിരിക്കും ഈ പറയുന്നത് പോലെ പോയിന്റ്സ് കിട്ടുന്നത്. അപ്പം ജാസ്മിനെ എനിക്ക് അതിനകത്തൊരു അധികപ്പറ്റായിട്ട് തോന്നി ഈ ഒരു ടീമിനുള്ളിൽ. എന്തായാലും അതവിടെ നിൽക്കട്ടെ, നമുക്കതിനെക്കുറിച്ച് പിന്നെ വരാം. ഈ ടാസ്കുകളിലെ കാര്യം തന്നെ പറയാം. നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞു പോയ ഒരു കട്ടപ്പ ടാസ്ക്, അഭിഷേക്, ഋഷി എന്നിവരുടെ ടീം മികച്ച വിജയം നേടിയിരിക്കുന്നത്. ഇപ്പം അവരുടെ ടീമാണ്, നെക്സ്റ്റ് ടീം തന്നെയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. തൊട്ടുപിറകെ തന്നെ സായിയുടെയും സിജോയുടെയും ടീമുണ്ട്. 3 പോയിന്റ്സിൻ്റെ വ്യത്യാസമുണ്ട്. അതിന് തൊട്ടുപുറകിലാണ് നമ്മുടെ ജിൻഡോയുടെ ടീം നിൽക്കുന്നത്. അഭിഷേകിൻ്റെയും ഋഷിയുടെയും ഒരു പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവരുടെ ടീമിൻ്റെ തന്നെ നട്ടലെന്ന് പറയാം ഈ ഒരു 2 കണ്ടസ്റ്റൻറ്റ്. അതുപോലെ തന്നെ അർജുനും ഉണ്ട് കേട്ടോ. അപ്പം അഭിഷേകിനെ കുറിച്ച് നമുക്ക് പറയാം, ഈ ഒരു സീസണിലേക്ക് വൈൽഡ് കാർഡായിട്ട് വന്നിട്ട് മികച്ച രീതിയിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ്. ആ ഒരു യെല്ലോ കാർഡ് കൊടുത്ത് അഭിഷേകിനെ അവിടെ അടിച്ചമർത്തിയില്ലായിരുന്നെങ്കിൽ വേറെ ലെവലാകുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് കൂടിയാണ് അഭിഷേക്. അപ്പം ഈ ഒരു സീസൺ 6ലേക്ക് വന്നിട്ട് ആദ്യം തന്നെ ആ ഒരു യെല്ലോ കാർഡ് കൊടുത്ത് അഭിഷേക് എന്ന കണ്ടസ്റ്റൻറ്റിനെ അടിച്ചമർത്തി ഒരു മൂലക്കേക്ക് ആക്കി കൊടുത്തു. ഇതില്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പം മികച്ചൊരു നിലയിലേക്ക് ഈ സീസൺ 6ൽ ഏറ്റവും മുൻപന്തിയിൽ തന്നെ ശക്തമായ ഒരു ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റായി മാറിയാണ് അഭിഷേക്. ഇപ്പോൾ പോലും നമുക്ക് നോക്കിയാൽ അറിയാം, ടാസ്കുകളിൽ മാത്രമേ ആൾ പെർഫോം ചെയ്യുന്നുള്ളൂ. വാക്കുകൾ കൊണ്ട് അധികം മുന്നോട്ട് വന്നിട്ടില്ല. എന്നാൽ ഫാമിലി റൗണ്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം പുള്ളി മുന്നോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ അഭിഷേകിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളുമൊക്കെ നമുക്ക് അൺഒഫീഷ്യൽ വോട്ടുകളിലാണെന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയകളിലാണെങ്കിലും ചർച്ചകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നല്ല രീതിയിലുള്ള സപ്പോർട്ടുകൾ അഭിഷേകിന് കിട്ടുന്നുണ്ട്. അത് ഈ ഒരു പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. കുറച്ചുകൂടി മുന്നോട്ട് വന്ന അഭിപ്രായങ്ങൾ കുറച്ചുകൂടി വ്യക്തമാക്കി കഴിഞ്ഞാൽ ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻറ്റ് തന്നെയായി മാറും. ഇനിയുള്ള ദിവസങ്ങളിൽ ടോപ്പ് 5ലേക്ക് ഏതാണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കൺഫേം ആയി എന്ന് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ടോപ്പ് 5 ഉറപ്പിച്ചു എന്ന് വേണമെങ്കിലും പറയാം. കാരണം അത്രമാത്രം പ്രേക്ഷക സപ്പോർട്ട് കൂടി വരുന്നുണ്ട് ഓരോ ദിവസവും അഭിഷേകിന്. എന്തായാലും നമുക്ക് നോക്കാം മുന്നോട്ടുള്ള ദിവസങ്ങളിൽ എന്തായിരിക്കുമെന്ന്. അതുപോലെ തന്നെ ഋഷിയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ ടാസ്കുകളിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഋഷിയുടേതായിട്ടുള്ള ഒരു വ്യക്തിത്വമോ വ്യക്തിപരമായ നിലപാടുകളോ ഒന്നും കാഴ്ചവെക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഋഷിയുടെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. നമുക്ക് ഈ പറയുന്നത് പോലെ അഭിഷേകിൻ്റെ കാര്യം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. മികച്ച ഒരു കണ്ടസ്റ്റൻ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായം ഒന്ന് പറയുക. അഭിഷേക് എന്ന കണ്ടസ്റ്റൻ്റ് എങ്ങനെയുണ്ട്? നിലവാരം ഉയർത്തി മുന്നോട്ട് വരുന്നുണ്ടോ? ടോപ്പ് 5 അർഹിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ആരൊക്കെ പ്രേക്ഷകർ ആരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അഭിഷേകിന്? അപ്പം കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.